ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ്. എന്റെ ബോഡിയാണ് കാണിച്ചത് മാൻ. വൈ ഷുഡ് ഐ റിഗ്രറ്റ്? എനിക്കറിയാമല്ലോ, എനിക്ക് അറിയാത്ത നിങ്ങൾ എവിടെയോ ക്യാമറ വെച്ച് എടുത്തിട്ടില്ലല്ലോ. ഞാനല്ലേ പോസ്റ്റ് ചെയ്തത്. സ്വന്തം കൂട്ടുകാരിയുടെ അമ്മയെ സെക്ഷലി യൂസ് ചെയ്യുന്ന ബോയ്സ് ഉണ്ട് ഇവിടെ. ആർ യു മാരിഡ്? നോ, എന്തിനു മാരേജ്? വൈ ഷുഡ് ഡു മാരേജ്? ഐ ഡിഡ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ്. അങ്ങനെ ഒരു ഫേസിലൂടെ എനിക്ക് പോകേണ്ടി വന്നു. ഈ ബോഡി ഇസ് വെരി പ്രഷ്യസ്. ഇത് കാണുന്ന എല്ലാവർക്കും നല്ല കണ്ണുണ്ട്. അവർ എന്നെ കണ്ട് രസിക്കുന്നുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ തകർക്കാൻ കഴിയുള്ളൂ, അല്ലേ? അതാണ് അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത്. സിനിമ മേഖലയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ നമ്മളോടും ഒക്കെ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. സോ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീസ് ആറ് സെക്സ് വർക്കേഴ്സ്, ദേ ആർ ബെഗേഴ്സ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് കടപിടിക്കാൻ പറ്റുന്ന ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്? I'm challenging. See, you can touch my body. There is no bone. നമ്മളൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും നമുക്ക് തരില്ല. പോയി അവിടെ വെള്ളം ഇരിപ്പുണ്ട്, പോയി എടുത്ത് കുടിക്കുമെന്ന് പറയും. അത്തരമാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ പാത്രം ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ എടുത്തു കഴിച്ചോ എന്ന് പറയും. നമുക്കങ്ങനെ വിളമ്പി തരത്തില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി വന്നാൽ ഒരുപക്ഷെ അതൊരു നോട്ടീസബിൾ ആയിരിക്കും. അതിന് ഇവിടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. സഹായിച്ച് എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്തിനാ ഡൾ ഫേസ്? ഡൾ ഫേസ് അല്ല, ഞാനിപ്പിടി തന്നെ കൊഞ്ചം ഏതാ ഒരു യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ഷോ, ദി ഷക്കീല ഷോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആരെന്ന് വെച്ചാൽ അവരാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു, എൻ്റെ ഏറ്റവും ഫേവററ്റ് ഡോട്ടർ. ലെറ്റ്സ് വെൽക്കം ഹർ. ഹായ്. ഹായ് അമ്മ. എങ്ങനെയുണ്ട്? സുഖം തന്നെ? സുഖം നന്നായിട്ട് പോകുന്നു. ഓക്കെ. സോ എന്തിനാ ഡൾ ഫേസ്? ഡൾ ഫേസ് അല്ല, ഞാനിപ്പിടി തന്നെ കൊഞ്ചം ഏതാ ഒരു എപ്പോഴും അതേ ചിരിപ്പല്ല, എപ്പോഴും അങ്ങനെ തന്നെ ഒരു ചിരി. എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്. കാരണം ഞാൻ തമിഴ്നാട്ടിൽ എനിക്ക് TGs അറിയാമല്ലോ, കുറേ ഡോട്ടേഴ്സ് ഉണ്ടെന്നൊക്കെ. ഇവിടെയും ഉണ്ട്, നമ്മുടെ സ്വീറ്റി ബർണാഡ് ഒക്കെ എൻ്റെ ഡോട്ടേഴ്സാണ്. പക്ഷെ ഞാൻ നേരിട്ട് ഇതാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. സോ നിന്നെ കുറിച്ച് എനിക്ക് കുറച്ച് അറിയണം, ജസ്റ്റ്. ഓക്കെ. സോ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കൊല്ലം ജില്ല എന്ന് പറയുന്ന സ്ഥലത്ത്. കൊല്ലം ജില്ല, ട്രിവാൻഡ്രം, നിയർ ബൈ ട്രിവാൻഡ്രം. അവിടെ എൻ്റെ അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ, ഒരു സഹോദരി. അതിലൊരു സഹോദരൻ മരിച്ചു, ഒരു സഹോദരി മരിച്ചു. ഇനി ഒരു സഹോദരന് ഞാനും അമ്മയും മാത്രം. അച്ഛൻ മരിച്ചു. സഹോദരൻ, ബ്രദർ. എങ്ങനെ അവർ മരിച്ചു? അവന് അറ്റാക്ക് വന്നിട്ട് മരിച്ചത്. ചേച്ചിക്ക് ന്യൂമോണിയ ആയിരുന്നു. അച്ഛനും അറ്റാക്ക് വന്ന് മരിച്ചു. ഞാനും എൻ്റെ ബ്രദറും അമ്മയും. അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ എന്താ അവരുടെ ജോലി? അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ജോലി ഇല്ലാതെ എങ്ങനെയായിരിക്കും? കടവുൾ ഏതോ കൊടുത്ത് അത് ഫോളോ പണി അപ്പായും അമ്മായും പോയിട്ട് അതൊക്കെ പിന്നാലെ ഞങ്ങൾ 4 പേരും പോയിട്ട്. അമ്മ എന്താ ജോലി ചെയ്തു? അമ്മ ജോലി ചെയ്തിരുന്നു. അമ്മക്ക് കാഷ്വാലിറ്റി ഫാക്ടറിയിലായിരുന്നു ജോലി. ഓഹോ, ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ട അമ്മനെ. അബൌട്ട് യു. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഐ എം നോട്ട് നോർമൽ, ദാറ്റ് ഈസ് ഐ ഡോണ്ട് ബിലോങ്, ഈ ബോഡിയിൽ ഐ ഡോണ്ട് ബിലോങ് ഹിയർ? അത് നമുക്കൊരു ടൈമിൽ മനസ്സിലാവും. അത് ചില പേർക്ക് 7th സ്റ്റാൻഡേർഡിൽ, ചില പേർക്ക് 5th സ്റ്റാൻഡേർഡിൽ. നിനക്ക് എപ്പോഴായത്? ദിസ് ഇസ് നോട്ട് എ നോർമൽ ഓർ അബ്നോർമൽ, ദിസ് ഇസ് അവസ്ഥ. ഒരു അവസ്ഥ മീൻസ് ഒരു സിറ്റുവേഷൻ, ഒരു ബോഡിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഹൂ ആമായി அந்த மாதிரி ഞാൻ பேசிட்டே இருந்தேன். ஆனால் சின்ன வயசுல எனக்கு தெரிஞ்சிட்டு நான் ஒரு ஆப்போசிட் நிற்கிற பிரதர் மாதிரி அல்ல, எனக்கு ஸ்பெஷலாக ஏதோ இருக்குது. நான் அக்கா மாதிரி தான் இருக்குது, என் அக்கா மாதிரி தானே நான் இருக்குது. ஆனால் மென்டாலிட்டி மொத்தமே அக்கா மாதிரி தான். ஆனால் சின்ன வயசு 5 வயசு இருக்கும்போது அம்மாவுக்கிட்ட ഞാൻ சொல்லிட்டேன்,
അമ്മ അണ്ണനുக்கு வாங்கி கொடுക്കുന്ന ட்ரெஸ் மாதிரி എനിക്ക് வாங்கி கொடுக்காது ப்ளீஸ் എനിക്ക് அக்காவுக்கு கொடுக்க மாதிரி எனக்கு கொடுக்கு நான் பொண்ணு தான் அப்படி பேசிட்டு ஆனால் அது சின்ன வயசில் இல்ல ஆக்சுவலி മലയാളത്തിൽ ഓക്കെ സംസാരിക്കും ഓക്കെ ഇപ്പൊ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയി പോയി. അത് കുഴപ്പമില്ല. ചെറിയ വയസ്സിൽ എനിക്കത് അങ്ങനെ ഒരു ഫീല് വന്നപ്പോൾ അമ്മയ്ക്കൊക്കെ തോന്നി, കുട്ടിക്കാലത്ത് പറയുമല്ലോ നമ്മൾ, അതെ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ, അതായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ വളർന്നു വരുന്തോറും അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇത് നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല, ഇത് കൈവിട്ടു പോയി, ഇത് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് എത്താനുള്ള യാത്രയിലാണ് ഇതെന്ന് മനസ്സിലായി. നിനക്ക് എപ്പോഴാണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. അല്ലല്ല, മനസ്സിലാവുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ജീൻസ് ഇടണം, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇത് ആഗ്രഹം. പക്ഷെ ഇതല്ല ഞാൻ, ഇത് എൻ്റെ ബോഡിയിൽ ഇത് എനിക്ക് വേണ്ടിയ ബോഡിയല്ല, ഇത് ഞാൻ ചേഞ്ച് ചെയ്യണം, എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഇത് ഒരു മനസ്സിലാക്കാൻ ഒരു കുറച്ച് ടൈം എടുക്കും. SSLC പരീക്ഷ, SSLC ടൈമിൽ 10th സമയത്ത് ഞാൻ ഞാൻ വന്നിട്ട് എനിക്ക് 2 വയസ്സ് മുന്നാടി ചേർത്ത് വെച്ചിരിക്കെ. എനിക്ക് 3 വയസ്സ് ഇരിക്കുമ്പോഴേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ വിട്ടിട്ട്. അതെങ്ങനെ? അത് വന്നിട്ട് അന്ന് വന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെറിയ 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 സ്കൂളുകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുവാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു ആള് ഒരു സ്കൂൾ തുടങ്ങിയപ്പോൾ അവിടെ എണ്ണം തികയ്ക്കാൻ ആളില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെയും കൂടി പിടിച്ചോണ്ട് പോയി അവിടെ ഇരുത്തി. അങ്ങനെയാണ് എന്നെ സ്കൂളിലേക്ക് വിടുന്നത്. ചേച്ചീനെയൊക്കെ കൊണ്ടുപോയി, ചേച്ചിയൊക്കെ 3rd സ്റ്റാൻഡേർഡിലായപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ SSLC എഴുതുമ്പോൾ എനിക്ക് 14 കഴിഞ്ഞു, 14 കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് ഡിഫറെൻറ്റ് ഇൻ മൈ ബോഡി ആൻഡ് മെൻറ്റാലിറ്റി. അപ്പം ഞാനത് എവിടെ എക്സ്പ്രസ് ചെയ്യുക? ഐ ഡോണ്ട് ഹാവ് സ്പേസ്. അപ്പം എനിക്കത് എക്സ്പ്രസ് സ്പേസും ഇല്ല. അത് ആരുടെ അടുത്ത് പറയണം പോലെ അറിയത്തില്ല. നമ്മളെ മാതിരി ആട്കൾ ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ ആകെ ഒരു വറീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീട്ടിലെ അവസ്ഥ, ഇത് ഞാൻ പറഞ്ഞാൽ എന്താകും എന്നൊക്കെ ഉള്ളത് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ഓഫ് മൈ മൈൻഡ്. എനിക്കതിങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല, ആരോടും എനിക്ക് തുറന്ന് പറയാനും പറ്റുന്നില്ല. അതൊരുമാതിരി ഇങ്ങനെ ബും 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചിലിരുന്നു. then ആഫ്റ്റർ ഒരു 18 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. ഞാൻ എസ്കേപ്പ്. എവിടെയാണ് എസ്കേപ്പ് ആയത്? കൊച്ചിയിലേക്ക്. എല്ലാവരും എസ്കേപ്പ് ആവുന്നത് ബോംബേക്കല്ലേ? ആക്സിഡൻ്റലി എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ചിലപ്പം ഇങ്ങനെ ഷക്കീലമ്മയായിട്ട് ഇങ്ങനെ ഇരുന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു വിധി എൻ്റെ തലയിൽ വരച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം എന്നെ ഹൈദരാബാദിലേക്കോ ചെന്നൈയിലേക്കോ ബോംബെയിലേക്കോ ബാംഗ്ലൂരിലേക്കോ കൊണ്ടുപോകാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഞാൻ അങ്ങോട്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഇരിക്കില്ല. പക്ഷേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിറ്റീനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു, ലവ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനും അങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു മേഖലയായിട്ട് എന്താ പറയുക, ആഫ്റ്റർ മൈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഞാൻ എങ്ങനെയോ ആരോ എറിഞ്ഞ ഒരു പന്ത് മാതിരി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് വീണു. അത് ആരെറിഞ്ഞിട്ട് വീണതാണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെയോ ഞാൻ വന്ന് വീണു. വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നു, എനിക്ക് എൻ്റെ പിന്നിലുള്ള ഒരുപാട് പേരെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് കുറേ പേരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കി. അതാണ്. ഓക്കെ. സോ ഇപ്പോൾ കൊച്ചിയിൽ വന്ന ശേഷം എന്താ ചെയ്തത്? ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുത്തത്? ഒന്നും പറഞ്ഞു തന്നില്ല, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. എനിക്ക് ഗൈഡ് ലൈൻ ചെയ്യാൻ ആരുമില്ലായിരുന്നു. എനിക്ക് സ്വയം ഡിസിഷൻ എടുക്കുക, അത് നല്ലതാണെന്ന് തോന്നി അതിലൂടെ പോവുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നിട്ടുള്ള അനുഭവം. ഇപ്പോഴത്തെ കുട്ടികൾ സോ ലക്കി, ദേ ആർ കമ്മിങ് ആൻഡ് ചേഞ്ച് ദെയർ കോസ്റ്റ്യൂം ആൻഡ് എവറിത്തിങ്. പെട്ടെന്നെല്ലാം നടന്നു. കാരണം ഇപ്പോൾ നിന്നെ പോലെ അവർക്ക് മെന്റോർസ് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ കിട്ടുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ഇവനിപ്പോൾ അമ്മയില്ല, സഹോദരങ്ങളില്ല, മറ്റാരും തന്നെ ഇല്ല. എനിക്കൊരു നല്ലൊരു ബോണ്ടിങ് ഇല്ലാതെ പോയി.
മേ ബി ഞാൻ അതുകൊണ്ടായിരിക്കാം കുറച്ച് വ്യത്യസ്ത ചിന്താഗതികളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കില്ല. ചിന്തിച്ചാൽ തന്നെ അതിനകത്തുള്ള നെഗറ്റീവും പോസിറ്റീവിനെ പറ്റി ഞാൻ സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്തതിന് ശേഷം അതെനിക്ക് റൈറ്റ്സ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ആ ഡിസിഷൻ എടുക്കുകയുള്ളൂ. ഇവനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും, ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രചരണത്തിന് അഭിപ്രായം പറയണമെങ്കിൽ പോലും ഞാൻ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. അതാണ് എൻ്റെ ഒരു വെറുതെ പോയി ചെയ്യും. ഇവനിപ്പോൾ ഒരാളെ സഹായിക്കണം എന്ന് തോന്നിയാൽ ഞാൻ അയാളെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സഹായിച്ച് എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ സ്വയം പഠിക്കുമായിരുന്നു. വലിയ വലിയ ലെസൺസുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അത് പഠിച്ചെടുത്തിട്ട് ഇത് റൈറ്റ് ഇത് റോങ് എന്നുള്ളതിനെ ഞാൻ തന്നെ അനലൈസ് ചെയ്യും. അതിനുശേഷം സഹായം ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ ഏത് തരത്തിൽ എൻ്റെ ജീവൻ കൊടുത്തു പോലും ഞാൻ സഹായിക്കും. ഇല്ല, ജീവൻ കൊടുക്കരുത്. ഇല്ല, നീ ഉണ്ടായാലേ ഇന്നും കുറേ ആൾക്ക് സഹായിക്കാനുണ്ട്. സോ ജീവനൊക്കെ കൊടുക്കരുത്. ആൻഡ് നിന്റെ ഈ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഇത് എപ്പോഴായത്? ദെൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇറ്റ് വാസ് സോ സ്ട്രഗിളിങ്. ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ പോലും നമുക്ക് തരില്ല. പോയി അവിടെ വെള്ളം ഇരിപ്പുണ്ട്, പോയി എടുത്ത് കുടിക്കുമെന്ന് പറയും. അത്തരമാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ വിളമ്പുന്ന പാത്രം ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കുമ്പം എടുത്തു കഴിച്ചോ എന്ന് പറയും. നമുക്കങ്ങനെ വിളമ്പി തരത്തില്ല. നമ്മൾ കഴിക്കുന്ന ഓപ്പോസിറ്റ് ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളെ കളിയാക്കും. അത്തരം ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ മനസ്സിലിങ്ങനെ അറിയില്ല, ഏതോ ഒരു അദൃശ്യ ശക്തി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ, നോക്കിക്കോ നാളെ നീ എനിക്ക് ചായ എടുത്ത് തരും, ഒരു ദിവസം വരും, നീ എനിക്ക് ഫുഡ് കൊണ്ടുവന്ന് കാരവാനിൽ തരും എന്ന് ഞാനിങ്ങനെ ചുമ്മാ പറയും. ദാറ്റ് ഇസ് കർമ്മ. കർമ്മ ഉണ്ടോ എന്നുള്ളത് കാര്യം മനസ്സിലായത് എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളിൽ നിന്ന്, എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ഉണ്ടായതിൽ നിന്നാണ്. എനിക്ക് കർമ്മ ഉണ്ട്. അത് കർമ്മ ഇല്ല, അത് നിൻ്റെ ഡെഡിക്കേഷൻ. യുവർ എന്തു പറയണ, ഓക്കെ എനിക്കിങ്ങനെ എനിക്കും പോലും ഇങ്ങനെ ആയാൽ ഞാൻ എന്തു ആലോചിക്കും, വൺ ഡേ ഐ വിൽ കം. സോ അത് നിൻ്റെ ഉള്ളു ഉണ്ടായിരുന്നു. സോ യു വർക്ക് ഹാർഡ്. ഇത് കർമ്മ അല്ല, ഇത് നിൻ്റെ ഹാർഡ് വർക്കിൻ്റെ പ്രതിഫലനം. ഐ ഫെൽറ്റ് ബിക്കോസ് ഞാനിപ്പോൾ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തത് ഓടും കുതിര ചാടും കുതിര, ഫഹദ് ഫാസിൽ, കല്യാണി, ലക്ഷ്മി ഗോപാലസ്വാമി, ലാൽ സാറൊക്കെ ഉള്ള മൂവി. അപ്പോൾ ഞാൻ ആ മൂവിയിൽ ചെല്ലുമ്പം ഐ ഫെൽറ്റ് എനിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത്, എന്താണ് ഉച്ചയ്ക്ക് വേണ്ടുന്നത്, ഇത് ചോദിക്കുവാണ്. ദെൻ ഞാനപ്പം ബാക്ക് ടു മൈ ലൈഫിലേക്ക് ഞാൻ പോയി. ഓ മൈ ഗോഡ്, വെള്ളം ചോദിച്ചപ്പോൾ അവിടെ പോയി വെള്ളം എടുക്കാൻ പറഞ്ഞു, ഫുഡ് ചോദിച്ചപ്പോൾ വിളമ്പി കഴിച്ചോളാൻ പറഞ്ഞു, ചായ ചോദിച്ചപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് പോയി എടുത്ത് കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാരവാനിൽ കയറി ഇരിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമുണ്ടായി. ഇപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ എനിക്ക് കാരവാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇറ്റ് വിൽ കർമ്മ പ്ലസ് മൈ ഡെഡിക്കേഷൻ. മേക്കപ്പ് ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഉണ്ട്. ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ട്. ഇന്റർനാഷണൽ കാർഡ്? എനിക്ക് ഇന്റർനാഷണൽ കാർഡ് ഉണ്ട്. അതായത് ഇവിടെ ഓൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാം. അതെങ്ങനെ കിട്ടിയത്? അത്ര ഈസി ഒന്നുമില്ലല്ലോ. ഇപ്പവും അവിടെ പ്രശ്നമായിട്ടുണ്ട്. ഒരു കുട്ടി, ഒരു ട്രാൻസ്ജെൻഡർ കുട്ടിക്കാണ് ഇപ്പൊ അവർ കൊടുത്തിരിക്കുന്നത്. ഒരു പെണ്ണുക്ക് TGSക്ക് അവർ പറയുന്നത് തമിഴ്നാട്ടില് കാർഡ് കൊടുക്കില്ല. ഇതുപോലെ ചോദിച്ച ഞാൻ ഇതുപോലെ ഞാനും ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ സിനിമ വർക്കിന് വരുമ്പോൾ എൻ്റെ കാർഡില്ല എന്നുള്ള കാരണത്താൽ എനിക്ക് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. മലയാളത്തിലും ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ ടോപ്പ് സെലിബ്രിറ്റികളുടെ പേഴ്സൺ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് എനിക്ക് തമിഴ്നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഈ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. സോ പീപ്പിൾ ആർ തിങ്കിങ് അബൌട്ട് ആസ് എ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീസ് ആർ എ സെക്സ് വർക്കേഴ്സ്, ദേ ആർ ബെഗേഴ്സ്, യു നോ. അതാണ്. പക്ഷെ വി ഹാവ് ലോട്ട്സ് ഓഫ് കാലിബർ ആൻഡ് ടാലൻറ്റ് ആൻഡ് സ്കില്ല്.
ബട്ട് ഇവരത് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സില്ല എന്നുള്ളത്. ഇല്ല. അതായത് ഞാൻ എന്നേക്കാൾ മികച്ചതാകും, ഇവർ വന്നാൽ ഇവർ എന്നേക്കാൾ മികച്ചതാകും എന്നുള്ള ഒരു കുശുമ്പാണ് ഇവരെ മാറ്റി നിർത്തുന്നതിൻ്റെ ഒരു ഉത്തരമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാറ്റി നിർത്താനുള്ള റീസൺ അതാണ് അവർ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്നും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് കട പിടിക്കാൻ പറ്റുന്ന ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്? ഐ എം ചാലഞ്ചിങ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വെച്ച് ഉള്ള ടാലൻ്റ് ഉള്ള എത്ര പേരുണ്ടെന്നറിയാം. പാടാനും ആടാനും ഡാൻസ് കളിക്കാനും എഴുതാനും കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും സംസാരിക്കുവാനും മോഡലിംഗ് ചെയ്യുവാനും എത്ര കഴിവുള്ളവരാണ്. ഭയമാണ്, സീരിയസ്ലി ഭയമാണ്. ഇവർ കയറി വന്നാൽ നമ്മുടെ സ്ഥാനം പോകും, ഡൗൺ ആകും. ഡെഫിനറ്റ്ലി ഭയമെടുത്ത് കളയും. മനുഷ്യനെ മനുഷ്യനായിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കൂ. അവിടെയാണ് ഹ്യൂമാനിറ്റി വർക്കൗട്ട് ആവുന്നത്. അതെ, ഇപ്പോൾ നമുക്ക് അങ്ങനെ വി ഷുഡ് നോട്ട് എക്സ്പെക്ട് ഹ്യൂമാനിറ്റി ഫ്രം ദം. ഇപ്പം നമ്മളാണ് വി ഹാവ് ബിക്കം ഹ്യൂമൻസ്, ബെറ്റർ ഹ്യൂമൻസ്. നമ്മളാണ് ഒത്തർക്കൊത്തർ ചേർത്ത് പിടിച്ച്. സോ ദാറ്റ് ഈസ് വൈ വി ആർ ഹാപ്പി. യെസ്, വി ആർ ഹാപ്പി. ബിക്കോസ് നമ്മൾ ഒരു 10-15 വർഷത്തേക്ക് ബാക്കിലേക്ക് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ആ ലോകമല്ലല്ലോ ഇന്ന്. അത് വെട്ടിപ്പിടിച്ചതാണ്. ഇത് പടപൊരുതി വെട്ടിപ്പിടിച്ചെടുത്തതാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതുപോലെ നമ്മുടെ നിയമം മാറ്റി എഴുതി ചേർക്കപ്പെട്ടത് ഡോക്ടർ അംബേദ്കറിനെ പോലെയൊക്കെ ഉള്ളവർ പൊരുതി നേടിയതുപോലെ നമ്മളും പൊരുതി നേടുകയാണ്. യുനോ, ഇനിയും പൊരുതാനുണ്ട്, ഒരുപാട് പൊരുതാനുണ്ട്. കാരണം ഒരുപാട് എന്താ പറയുക, ഇൻ്റർനാഷണൽ ലെവലിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് കമ്മ്യൂണിറ്റിക്കിടയിൽ. അതെല്ലാം ഒന്നെങ്കിൽ അവരെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ അവരെ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ ഓപ്പറേഷൻ ഒക്കെ എവിടെ ചെയ്തതാ? ഞാൻ കേരളത്തിൽ തന്നെ ചെയ്തത്. ഓ, കേരളത്തിലുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇറ്റ് വാസ് ഹൊറബിൾ സർജറി. ഐ നോ. So because we have 3 options. It's a normal surgery, then a SARA surgery, and then column surgery. The column surgery is a very difficult. There is collar in നമ്മുടെ കുടലെടുത്ത് വെക്കുന്ന സർജറി. കുടൽ കട്ട് ചെയ്ത് വെജനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർജറി ഉണ്ട്. ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് സർജറി. ലേറ്റസ്റ്റ് മീൻസ് ഒരു 10 years ആയിട്ട് അത് നടക്കുന്നു. കോളം തായ്ലാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു 20% വിജയസാധ്യതയുള്ളൂ. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒരു നൂല് കെട്ടിക്കൊടുത്തിട്ട് അതിൽ കയറിയിട്ട് നടക്കാൻ പറയുന്നത് പോലെയാണ്. സോ മേ ബി പൊട്ടും, അല്ലെങ്കിൽ അപ്പുറത്തെത്തും. എന്തിനാ അത്ര ഒരു ഡേഞ്ചറസ് വിഷയത്തിന് നമുക്ക് ചെയ്യാന്ന് എടുത്തത്? ഐ ഡോണ്ട് നോ. അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സർജറി എന്നതിനേക്കാൾ ഉപരി ഐ നീഡ് ടു ഫീൽ ദ വുമൻ ഇൻ യു. യെസ്. അത് ഇപ്പോൾ ഒരു സ്ത്രീ, ചിലർ പറയും പ്രസവ വേദന, അവൾ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദന അത് ലോകത്ത് ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. അത് അനുഭവിക്കുക തന്നെ വേണമെന്ന് പറയാറുണ്ട്. ഇത് സെയിം പ്രോസസ്സിംഗ് ലൈക്ക് അതിനേക്കാളും കൂടുതൽ വേദനയാണ് ഞാൻ അനുഭവിച്ചത് ഈ ഓപ്പറേഷൻസ് ഒക്കെ. എനിക്കറിയാം. സീരിയസ്ലി അതൊരു 5 minutes കുട്ടി ജനിക്കുന്നത്. മേ ബി 45 to 50 bones together. If you break it അത്ര പെയിൻ ഉണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 30-40 days അല്ലേ, 60 days നിൽക്കണം. പിന്നെ ലൈഫ് ലോങ് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ആ ഒരു ഇമോഷണൽ ഫീലിംഗ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ മരിക്കുന്നത് വരെ. ഐ ഡിഡ് ദാറ്റ് സർജറി. ദെൻ ആഫ്റ്റർ ലോങ് ടൈം ഐ എം ഫേസിങ് ലോട്ട്സ് ഓഫ് problems in my life. Hormonal imbalance, then bone problems, heart problems, liver problems, everything. Because I'm taking lots of hormones in my life after my surgery. Then see, you can touch my body, there is no bone. എന്തിനാ എത്ര റിസ്ക്? I don't know. എനിക്ക് എന്താ പറയുക, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണ്? ബട്ട് യെസ്, ഓഫ് കോഴ്സ് യുവർ സ്കിൻ അറ്റ്ലീസ്റ്റ് മൈൻഡ് കുറച്ച് റഫായിട്ടുണ്ട്, നിന്റെ എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു നല്ല ലൈഫ് ആഗ്രഹിക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് ടാസ്ക്.
ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീഡം ഇറ്റ് വാസ് ഗുഡ്. ഐ വാണ്ട് ടു ഡു എനിത്തിങ്, ഐ വാണ്ട് ഗോ എവിടെ വേണം എവിടെ പോകാൻ വരാം എല്ലാം അങ്ങനെയുള്ള ഒരു ലൈഫ്. ബട്ട് അറ്റ് ദ സെയിം ടൈമിൽ നമ്മളെ കേൾക്കാനും നമ്മളെ അറിയാനും നമ്മളെ ഉൾക്കൊള്ളാനും ഒരു വേണം, ഒരു 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 സ്റ്റാച്ചു, നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റാച്ചു വേണം ഇല്ലേ? സ്റ്റാച്ചു ഇല്ല, ഞാൻ ഇപ്പൊ പറയുന്ന വേർഡാണ് ദാറ്റ് ഈസ് സ്റ്റാച്ചു. നമുക്ക് ഒരു വി നീഡ് എ മാൻ അല്ലേ? മാൻ, വി നീഡ് എ മാൻ. ബട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയാണ് അല്ലേ? എൻ്റെ ലൈഫിൽ ഒരു 20 times ആയി. എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. യുനോ ഞാൻ ദാറ്റ്സ് മച്ച് ഓഫ് അയൺ ലേഡി ബിഫോർ മൈ സർജറി, ദെൻ ആഫ്റ്റർ മൈ സർജറി. ഞാനൊരു അയൺ തന്നെ ആയിരുന്നു എന്നെ സ്വയം വിശേഷിപ്പിക്കാൻ പോയി. അറ്റ് ദ സെയിം ടൈമിൽ ഞാനൊരു പച്ച സ്ത്രീയായി മാറിപ്പോയി. പച്ച സ്ത്രീ മീൻസ് കേരളത്തിൽ പറയണ കുലസ്ത്രീ. യുനോ എനിക്കൊരു പുരുഷൻ വേണം, എനിക്കൊരു സൗഹൃദം വേണം, എനിക്ക് നല്ല അഡ്വൈസുകൾ കിട്ടണം, എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ ഒരു ഇടം വേണം, ഇങ്ങനെയൊക്കെയുള്ള ജസ്റ്റ് ഷോൾഡർ ടു ക്രൈ. Then but you don't have a man. Are you married? No, You're not married. No. I did biggest mistake in my life. അതൊരു അങ്ങനെ ഒരു ഫേസിലൂടെ എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പം ഞാനിപ്പോൾ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞാൽ പോലും ഇൻസൈഡ് ഓഫ് മൈൻഡിൽ എനിക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടാകും അല്ലേ? അതൊരു ഏതൊരു സ്ത്രീക്കും ഉണ്ടാകും. അത് ഞാൻ ഫേസ് ചെയ്തു. You fell in love? Yeah. Once? Twice? Just once? Yeah, once in my life. And അത് breakup? Breakup. That's not like ഒരു തരം മരം ചുറ്റി പ്രണയം അങ്ങനെയുള്ളതല്ലായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്. ബട്ട് എൻ്റെ ഈ ഒരു സൗഹൃദം, എനിക്കതിനെ സൗഹൃദം എന്ന് പറയാനാണ് ഇഷ്ടം. സൗഹൃദം ഫ്രണ്ട്ഷിപ്പ്. ദെൻ ലൈക്ക് ഒരു ഫിസിക്കലി അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലവ് ഫാക്ടർ അല്ല. എനിക്കതിനെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. അതിനിടയിൽ സംഭവിച്ചതെല്ലാം ഹ്യൂമാനിറ്റിയിൽ സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഹഗ്ഗിങ് ആണെങ്കിലും കിസ്സിങ് ആണെങ്കിലും വാട്ടെവർ, അത് സംഭവിച്ചു പോകുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു മൈൻഡ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ആ മൈൻഡ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ടക്ക് 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 ടക്ക്. എന്താണ് എൻ്റെ മൈൻഡ് എനിക്ക് പറയുന്നത്? അല്ല, എൻ്റെ മൈൻഡ് പറയുന്ന പറഞ്ഞാൽ അപ്പം നമ്മൾ ഓക്കെ, ലെറ്റ് മീ കം സ്ട്രേറ്റ്. Yes. You fell in love അല്ലേ? Yes. എന്തിന് കല്യാണം കെട്ടാത്തത്? കല്യാണം കഴിക്കുക എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു കല്യാണം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി. ബിക്കോസ് എനിക്ക് എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവൻ ബിഫോർ ഉള്ളതല്ല, ആഫ്റ്റർ ഉള്ളത്. ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉള്ള ഒരു ലവും കെയറിങ്ങും അതൊരു തരുന്ന ഒരു പുകമറയാണ്. ഇറ്റ്സ് എ ലവ് ഓർ ഇസ് എ ഫാൻസി ഡ്രസ്. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം എനിക്ക് ഷക്കീല അമ്മേനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ടൂ മച്ച് സ്നേഹം വാരിച്ചൊരിയും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മളെടുത്ത് അണിയുന്ന ഒരു മുഖമൂടിയായിട്ടാണ് ലവിനെ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഐ ഫെൽറ്റ് ഞാൻ ആ ബാക്കിലേക്ക് പോകുമ്പോൾ ഞാനൊരു വിഡ്ഢിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ ചില സന്ദർഭങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, ചില സിറ്റുവേഷൻസുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കും, എന്തിന് മാരേജ്? വൈ ഷുഡ് ഡു മാരേജ്? നോ, വി ഹാവ് ഫ്രീഡം ഇൻ ദിസ് ദ വേൾഡ്. ഡു യു നോ സംതിങ്? നോ. അത് വിചാരിച്ച് തന്നെ ഞാനും കല്യാണം കെട്ടല. സീരിയസ് ആയിട്ട് എനിക്ക് ഒരു വാട്ടി കൂടെ കല്യാണം ആയില്ല. സീരിയസ്ലി. അല്ല, അതൊരു എന്താന്നറിയാ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെ ഞാൻ പറയട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതെങ്ങനെ വരും പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര സ്നേഹം കൊടുത്താലും, നമ്മൾ എത്ര പ്യുവറായിട്ട് ആ ആൾക്ക് വേണ്ടി നിന്നാലും കൂടി, എൻഡ് ഓഫ് ദ ഡേ എപ്പോഴെങ്കിലും ഒരു ചെറിയ ഫൈറ്റ് വന്നപ്പോൾ, ക്യാൻ യു ഗിവ് മീ എ ചൈൽഡ്? ഇതാണ് അവർ നമ്മൾ ഫസ്റ്റ് ചെറുപ്പ് കൊണ്ടടിക്കുന്ന കേൾവി. ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ എത്ര മോളുണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡേഴ്സ്, കുറേ പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടി, ലവിന് വേണ്ടി.
അതെ Seriously, I know. Can you give me a child? How can I give you a child? Don't you know what it is? അപ്പോൾ ലവ് അപ്പോൾ ഉനക്ക് അതൊക്കെ അറിയില്ലല്ലോ, അതിനുശേഷമല്ലേ ഇതൊക്കെ നീ ചോദിക്കുന്നത്. യു ആർ റൈറ്റ് അബൌട്ട് ലവ്, യു ആർ റൈറ്റ് അബൌട്ട് യുവർ ഡിസിഷൻസ് ആർ സോ റൈറ്റ്. യാ ഐ നോ, ബിക്കോസ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ബിക്കോസ് ഞാൻ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് വന്നു, അത്രത്തോളം ഞാൻ സൊസൈറ്റിയിൽ ഫൈറ്റ് ചെയ്തു. ഇതെല്ലാം അറിയാവുന്ന ഒരു സൗഹൃദം എൻ്റെ മുമ്പിലുണ്ടെന്നുണ്ടെങ്കിൽ ഹി വിൽ ലവ് മീ ഡെഫിനറ്റ്ലി. ബട്ട് അതൊരു ആക്ടിങ് ആയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ തകർന്നു പോകും. നമ്മൾ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നമ്മുടെ തലയിൽ ഒരു വലിയൊരു ഡയമണ്ട് കിരീടമുണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ലോസ്റ്റ് ആയി പോകും. നമ്മൾ ബഗ്ഗിങ് ചെയ്യേണ്ടി വരും, ലവിന് വേണ്ടി ബഗ്ഗിങ് ചെയ്യും. യു പ്ലീസ് ലവ് മീ, യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ, എൻ്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്ന ആ ഒരു സാഹചര്യം, അത് നമ്മുടെ തോൽവിയാണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഒരു പെണ്ണ്, വൺ ഗേൾ, വുമൻ, അവൾക്ക് ഒരിടத்துல ലവ് ആയി, പിന്നെ അവൾക്ക് അവിടെ കല്യാണം കട്ടണമെങ്കിൽ അവിടെ തന്നെ പ്രോബ്ലംസ് ഉണ്ട്. കമ്മ്യൂണിറ്റി പ്രോബ്ലം, കാസ്റ്റ് പ്രോബ്ലം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ TG-നെടുത്താൽ ഡെഫിനറ്റ്ലി ആറ് വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്യും. താങ്ക് ഗോഡ് നിൻ്റെ വീട്ടിൽ ആക്സെപ്റ്റ് ചെയ്തത്. എത്ര കുട്ടികൾ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാതെ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിൽ. സോ ഐ എം ആക്ച്വലി താങ്കിങ് ഗോഡ് ആൻഡ് യുവർ പാരൻസ്. ഞാൻ എപ്പോഴും ഞാൻ യൂണിവേഴ്സിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അത്രത്തോളം ഇവൻ മനുഷ്യർക്ക് മനസ്സിലാവില്ല ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആണ്, പെയിൻഫുൾ ആണ്. അവരെടുക്കുന്ന സർജറി, അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ബോഡീനെ ബാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈമിൽ ലവ് എന്നുള്ള രീതിയിൽ ഒരു പേഴ്സൺ നമ്മളിലേക്ക് വരുന്നു. നമുക്ക് കിട്ടാതിരുന്ന ലവ്, നമ്മുടെ വീട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് ഒന്നും കിട്ടാതിരുന്ന ലവ് നമുക്ക് ഒരിടത്തു നിന്ന് കിട്ടുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ലോകം മുഴുവൻ അവരാണ്, യുനോ. അപ്പോൾ ഈ ഒരു സമയത്ത് അവരൊരു ഓപ്ഷനായിട്ടാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. മണി അവർക്ക് അത്യാവശ്യ കാര്യങ്ങൾ നടക്കണം. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ ലവ് ആണ്, നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്, അവരെപ്പോഴും നല്ല സെക്യൂർ ആയിട്ടിരിക്കണം. നമ്മ ബാങ്ക് ബാലൻസ് അവിടെ കൊടുക്കണം, നമ്മ അവർക്ക് കാർ വാങ്ങിച്ചു കൊടുക്കണം, നമ്മ അവർക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വാങ്ങി കൊടുക്കണം. ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇപ്പം നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പോവാം. കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. ഫ്യൂ ഇയേഴ്സ് ബാക്ക് നിനക്ക് ആരും വർക്ക് കൊടുത്തില്ല, അത് കാരണം ഒരു നടീനെ നീ സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി അല്ലേ? അതെന്താ, എങ്ങനെ? അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമാനിറ്റി ഒപ്പം നമ്മൾ ഒരു നടിയല്ല, ആരായാലും നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ ഇത് ഒരു ഹൗ ഡു യു സീ ദിസ്? തെറ്റല്ലേ ഇത്? ഇവനിപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ റൈറ്റ് ആയിട്ടുള്ളിടത്തെ പ്രതികരിക്കുകയുള്ളൂ. അവളൊരു നടിയായതുകൊണ്ടല്ല ഞാൻ പ്രതികരിച്ചത്. ഷീ ഈസ് മൈ സിസ്റ്റർ ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട്. അപ്പം ഇതുപോലുള്ള കുറേ പേരുണ്ട്, ഇവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലാത്ത പുറത്ത് നിൽക്കുന്നവരും ഉണ്ട്. അതിന് യാഥാർത്ഥ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രതികരിച്ചത്. സത്യാവസ്ഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പ്രതികരിച്ചത്. ഞാൻ പ്രതികരിച്ചതിൽ നിന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് നേരെ 1000 വിരലുകൾ തിരിച്ചു ചൂണ്ടാനും പ്രതികരിക്കാനും ആൾക്കാരുണ്ടാകും. നമ്മൾ തെറ്റുകാരാവുന്ന ഒരവസ്ഥ വരും. അതുപോലൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ ഞാൻ പ്രതികരിച്ച രീതി എനിക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയാണ്. ശരിയെന്നല്ല, അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യമെന്ന് എനിക്ക് 100% അറിയാം. ഞാനുണ്ടായിരുന്നാൽ ഞാനും ചെയ്തിരുന്നു. അതെ, തീർച്ചയായിട്ടും. എനിക്കത് അതിന് ഒരു എന്താ പറയുക, അവൾ പെണ്ണല്ലേ, അവൾക്ക് ഇത്രേ ആകുള്ളൂ എന്നുള്ളൊരു ആൺകോയ്മത്വമാണ് അവിടെ പ്രകടമായത്. അവിടെയാണ് ഞാൻ പ്രതികരിച്ചത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതെന്ന് ജഡ്ജിയുടെ മുമ്പിൽ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. എന്നെ ശാസിക്കാനും എന്നെ നിരുത്സാഹപ്പെടുത്താനും എന്നെ ഷട്ട് ഡൗൺ ചെയ്യിക്കുവാനും അവിടെ ഒരുപറ്റം അഡ്വക്കേറ്റ്സുമാരുണ്ടായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റ്സുമാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പതറിയില്ല. ബിക്കോസ് ഐ നോ ഞാൻ എന്താണ് പറയുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് നഷ്ടമായത് എൻ്റെ കരിയറാണ്. എൻ്റെ കരിയറിൽ എൻ്റെ സ്കില്ല് എത്രത്തോളം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങൾ എനിക്കില്ലാണ്ടായി. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അപ് ടു ഡേറ്റ് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെനിക്ക് എൻ്റെ വർക്ക് എക്സ്പീരിയൻസിലൂടെ മാറ്റാൻ പറ്റുള്ളൂ.
എൻ്റെ ഇൻസൈഡ് ഓഫ് മൈൻഡിൽ കിടക്കുന്ന കാര്യം എനിക്ക് വർക്ക് ചെയ്യണം. പക്ഷെ എനിക്ക് അതിന് അവസരം കിട്ടാതെ പോയി. എത്ര വർഷം? ഇപ്പോഴും ഇപ്പോഴും നിലനിൽക്കും. എന്നെ അറിയാവുന്ന, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ കുറച്ച് പേരാണ് എന്നെ ഇപ്പോഴും വർക്കിന് വിളിക്കുന്നത്. അതർവൈസ് എന്നെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചില പ്രൊഡക്ഷൻസുകൾ, ചില ആർട്ടിസ്റ്റ് ഗ്രൂപ്പുകൾ, ചില ഇടങ്ങൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. വട്ടവർ നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നെൽമണികൾ അതുണ്ട്. അവിടെ ഞാൻ എത്തും, അവിടെ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മതി. തീർച്ചയായിട്ടും. ദാറ്റ്സ് ബാഡ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഫിനിഷ് ആയിരിക്കും. എവിടെ ഫിനിഷ് ആകാനാണ്? ഈ ലോകം ഉണ്ടായ കാലം മുതൽ ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ട്, തുടക്കം മുതലേ ഉണ്ട്. ഇനി ഇത് അവസാനിക്കുമ്പോഴും ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അതർവൈസ് നമുക്ക് എല്ലാത്തിനെയും ഒന്നും തുടച്ചു മാറ്റാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അതൊരു റിയാലിറ്റി. അപ്പോൾ ഇത്രയും നടക്കുമ്പോൾ നീ ഒരു നിമിഷവും സൂക്ഷിച്ചു നോക്കിയോ, നമുക്കിത് ചെയ്യാതായിരുന്നു അങ്ങനെ തോന്നിയോ? ഇല്ല, ഇപ്പോഴും ഇല്ല. സൂപ്പർ. ഇപ്പോഴും ഇല്ല, ഒരിക്കലും. ഇപ്പോൾ ആ ആർട്ടിസ്റ്റ് ആയിട്ട് ബന്ധമുണ്ടോ? നല്ല കോണ്ടാക്ട്സ് ഉണ്ട്. ഞാൻ ആ ആർട്ടിസ്റ്റിന്റെ മേക്കപ്പ് വല്ലപ്പോഴും കൂടിയാണ് ചെയ്യുന്നത്. ചിലർ പറയുന്നുണ്ട് അവരുടെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വർഷത്തിൽ 1-2 വർക്കാണ് ഞാൻ ആർട്ടിസ്റ്റുമായിട്ട് ചെയ്യുന്നത്. അതർവൈസ് ഞാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു വർക്കിനേക്കാൾ ഉപരി എനിക്ക് കിടന്നുറങ്ങുമ്പോൾ ഞാൻ സത്യം ചെയ്തിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ ഇന്ന് ഭൂമി വിട്ടുപോയാലും ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് പോകുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അത് മതി. ഞാൻ വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ച ആളല്ല. ഒരു ഓലപ്പുരയിൽ കശുവണ്ടി തൊഴിലാളിയായ ഒരു അമ്മയും കൂലിവേലക്കാരനായ ഒരു അച്ഛൻ്റെയും കുഞ്ഞായിട്ട് ജനിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വായിൽ സ്വർണ്ണക്കരണ്ടി അല്ലായിരുന്നല്ലോ, പ്ലാവില കുത്തി കഞ്ഞി കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി എനിക്ക് അങ്ങോട്ടൊരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. ബിക്കോസ് എനിക്കറിയാം, ഓൾറെഡി അതറിയാമല്ലോ. എനിക്കതറിയാം. മഴ പെയ്താൽ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാരുടെ കൂട്ടത്തിൽ ഞാനും മാനത്തേക്ക് നോക്കിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എനിക്കിന്ന് മണിമാളിക ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അഹങ്കരിക്കുന്നില്ല. ഞാനിന്ന് 7 സ്റ്റാർ ഹോട്ടലിൽ ഉറങ്ങുന്നത് പറഞ്ഞ് ഞാൻ എനിക്ക് അഹങ്കരിക്കുന്നില്ല. നാളെ ഞാനൊരു കുടിലിൽ പോയാൽ ഐ എം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റേഷനരിയുടെ കഞ്ഞി കുടിക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, പയർ തോരനുണ്ടാക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇതൊന്നും എന്നെ ഏശത്തില്ല, സീരിയസ്ലി. ഗുഡ്, വെരി ഗുഡ്. ഇതാണ് അക്സെപ്റ്റൻസ്. യുനോ, ഈ நம்ம മണ്ടയ്ക്ക് ഏറാതെ ഇരുന്ന വരയ്ക്കും വി ആർ ബെറ്റർ പീപ്പിൾ. സീരിയസ്ലി ഞാൻ ഈ ഒരു ലൈഫിലും ഇപ്പോഴും ഞാൻ ചില സന്ദർഭങ്ങളിൽ 1000 രൂപയ്ക്ക് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. യുനോ, ഞാൻ എൻ്റെ പഴയ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് പോലെ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ലൈഫിലും. അതെല്ലാം ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതെനിക്ക് എന്നെ ബാധിക്കുന്നില്ല. എനിക്കൊരു ആർട്ടിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നഷ്ടമായിട്ടുള്ള ലക്ഷങ്ങളോ കോടികളോ ഞാൻ ഒരിക്കലും താരതമ്യം ചെയ്തിട്ടില്ല. എനിക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ നോക്കുന്നത് എൻ്റെ ഹെൽത്താണ്. ഹെൽത്തി ആയിട്ടിരിക്കുക, എൻ്റെ വർക്കിൽ ഞാൻ അപ്ഡേറ്റഡ് ആകുക, എൻ്റെ സ്ഥാപനങ്ങൾ ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സ്ഥാപനം ഡോറ. അതെങ്ങനെ ഐഡിയ വന്നത്? നോ, അതൊരു ഐഡിയ അല്ല, അത് എന്താ പറയാ, അതാ ഡ്രീം എന്നതിനേക്കാൾ ഉപരി അതൊക്കെയാണ് ഞാൻ കർമ്മ എന്ന് പറയുന്നത് അമ്മ. വേറൊന്നുമല്ല. ഇപ്പം എൻ്റെ മൈൻഡിൽ ഒരിക്കലും ഒരു ബ്യൂട്ടി പാർലർ ഒരു ബിസിനസ് എൻ്റെ മൈൻഡിലേ ഇല്ല. ഒരു അക്കാഡമി തുടങ്ങണമെന്ന് മാത്രമാണ്. അവിടെയാണ് JSR ട്രെൻഡി ഫാഷൻ എന്ന് പറയുന്നൊരു കമ്പനി വരുന്നതും അതിൻ്റെ മാനേജിങ് ഡയറക്ടർ പോസ്റ്റിലേക്ക് എന്നെ അവർ നിയമിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം ത്രൂ ഔട്ട് ചെയ്യുന്നതും. അങ്കമാലി, എറണാകുളം, കൊല്ലം, ഈ 3 ഡോറ ബ്യൂട്ടി വേൾഡ് വരുന്നു. അവിടെ എല്ലാ അക്കാഡമികൾ വരുന്നു. എൻ്റെ അമ്മ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. എൻ്റെ ഉദ്ഘാടനത്തിന് വിശിഷ്ട അതിഥിയായിട്ട് എൻ്റെ അമ്മ നിൽക്കുന്നു. ഇറ്റ് വാസ് എന്താ പറയുക, ഹാപ്പിനെസ്. അതൊന്നും ഈ എന്നെ തകർക്കാൻ നിൽക്കുന്നവർക്ക് തല്ലി തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല, അല്ലേ? ഇപ്പോൾ ഒരു 10 കല്യാണ മേക്കപ്പുകൾ അവർ മുടക്കിയാലും ഒരു കല്യാണ മേക്കപ്പ് എങ്കിലും എനിക്ക് കിട്ടും. ആ വെഡ്ഡിങ് മേക്കപ്പിലൂടെ എൻ്റെ കഴിവ് എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാനത് പ്രൂഫ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവം തമ്പുരാൻ സഹായിച്ച് ദുബായ് പോലൊരു നഗരത്തിലും എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എൻ്റെ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നത്. അത് അവിടെ ഓറ അത് എന്നിലുള്ളതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഓറ എന്നിലുണ്ട്. അതാണ് ഞാൻ
കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ എന്നെ ഈ ചുറ്റുവട്ടത്ത് നിന്ന് കല്ലെറിയുന്നവരെടുത്തോ എന്നെ പുച്ഛിക്കുന്നവരോടോ എന്നെ പരിഹസിക്കുന്നവരോടോ ഇവിടെ ഒന്നും ഞാൻ തളരാതെ മുന്നോട്ട് പോകും. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരാൻ എന്തിരിക്കുന്നു അല്ലേ? ഇപ്പം ഞാൻ കരയാനുണ്ടായ സാഹചര്യം, ഞാൻ ചിരിക്കാനുണ്ടായ സാഹചര്യം, ഞാൻ 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുണ്ടായ സാഹചര്യം, ഞാൻ മണിമാളികയിൽ താമസിക്കാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് കിട്ടിയതാണ് ഇല്ലേ? അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഞാനൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതിൽ നിന്ന് എനിക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഞാൻ കരയാനുണ്ടായ സാഹചര്യം. ഞാൻ പോകാതിരുന്നാൽ പോരായിരുന്നോ? അതെ അല്ലേ? ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ അഗ്രി. ഈ മേക്കപ്പ് എങ്ങനെ പഠിച്ചത്? നോ, എനിക്കൊരു ഗുരുവില്ല, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല, പ്രോഡക്റ്റ് നോളജ് ഇല്ല. 25 ഇയേഴ്സ് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നത്തിങ് ഹാവ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ്. ഒന്നും അറിയാതെ വന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഹൗ ഈസ് ദിസ് പോസിബിൾ? ഐ ഡോണ്ട് നോ. ഞങ്ങളൊക്കെ 35 ഇയേഴ്സ് ഐ സ്റ്റിൽ ഹാവ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ബട്ട് ഒന്നും അറിയില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം. ഒരു സ്കിൻ അനാട്ടമി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണടച്ച് എനിക്ക് പറയാൻ പറ്റും. ഒരാളിൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസുകൾ പരിഹരിക്കാൻ എനിക്ക് കഴിയും. ഒരു മേക്കപ്പിൽ വന്നിരിക്കുന്ന ഡിഫക്റ്റ് അതെനിക്ക് പെർഫെക്റ്റ് ആക്കി എനിക്ക് എടുക്കാൻ കഴിയും. ദാറ്റ് ഡെഡിക്കേഷൻ പ്ലസ് അപ്ഡേഷൻ. എൻ്റെ പ്രണയം ഇപ്പോൾ അതിനോടാണ്. പഠിച്ചത് 10th അത്രേ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ പോളിറ്റിക്സിൽ 1 പേഴ്സൺ തപ്പായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പീപ്പിൾ ഓൾസോ വേർ അഗെൻസ്റ്റ് ഹിം. ഇപ്പോൾ അന്ത മാതിരി രഞ്ജുക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? പോളിറ്റിക്സ് മാത്രമല്ല, സിനിമയിലും കൂടി അങ്ങനെ എന്തെങ്കിലും രഞ്ജുന് നടന്നിട്ടുണ്ടോ? അല്ല, ഇപ്പം നടക്കുന്ന ആ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പം പ്രഗ്നൻ്റായി അത് അബോർട്ട് ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ ആസ് എ വുമൺ, ആസ് എ പേഴ്സൺ എനിക്കൊരിക്കലും അതിനെ എഗ്രി ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല. അതർവൈസ് ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഒരാണിന് തോന്നുന്ന ഒരു ലൈംഗിക ആകർഷണം, സെക്ഷൽ അട്രാക്ഷനായിട്ട് ചില ചാറ്റുകളെ നമുക്ക് കണ്ടാൽ മതി. സോ ഒബ്വിയസ്ലി എത്ര പേര് രാഷ്ട്രീയക്കാരല്ലാത്തവരും സാധാരണക്കാരും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളിനോട് സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നുമ്പോൾ യു ആർ സോ പ്രിറ്റി എന്നൊക്കെ ചോദിച്ചേക്കാം. അതിനെ ആ ലാഘവത്തോടുകൂടി കളയുക. എനിക്കിഷ്ടമല്ല ഇത്തരം ചാറ്റുകൾ, എനിക്കിഷ്ടമല്ല എന്നല്ലെങ്കിൽ ബ്ലോക്കിംഗ് ചെയ്ത് ചെയ്യാം. ഇപ്പം എനിക്കും വന്നിട്ടുണ്ട്, ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ഇന്നലെ കൂടി വന്നിട്ടുണ്ട് എനിക്ക് മെസ്സേജ്. ഇപ്പോൾ കൂടി ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കാറിലിരുന്നിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ്, ഇൻബോക്സിലൊരു മെസ്സേജ് കണ്ടു. കുറേ ലിപ്പിൻ്റെ ഇത് ഇട്ടിട്ട് യു ആർ സോ പ്രിറ്റി, എനിക്കൊരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ആ ലാഘവത്തോടു കൂടി കാണുക എന്നുള്ളതാണ്. സോ അതർവൈസ് ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി വന്നിട്ട് അഭിപ്രായം പറഞ്ഞു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇതിനെല്ലാം നമ്മൾ പ്രോത്സാഹനം കൊടുക്കും, ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മളിതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. അത് ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സിനിമ മേഖലയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തൊക്കെ നമ്മളോടുമൊക്കെ ആ ഒരു രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. പിന്നെ പെരുമാറിയിട്ടുണ്ട്, സത്യമായിട്ടുള്ള കാര്യമാണ്, പെരുമാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കാരവാനിലേക്കൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ കയറി വരിക, ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ കയറി വരിക, തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുക, നമ്മളെ തട്ടിയിട്ട് പോവുക. ഇപ്പം നമ്മൾ ഇരിക്കുന്നിടത്ത്, ഇപ്പം നമ്മൾ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ കുറേ പ്രാവശ്യം പോവുക, നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം പോവുക. അപ്പം ഞാനിങ്ങനെ പറയും, വല്ല മൂത്രത്തിന് വല്ല പ്രശ്നമാണെങ്കിൽ വല്ല ഡോക്ടറെയും പോയി കാണുമെന്ന് പറയും. നമ്മൾ തമാശയായിട്ട് കളയും. നമ്മളതിനെ എന്താ പറയുക, കൂടുതൽ അവരെ എൻകറേജ് ചെയ്യിക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കവിടെ നിന്ന് മാറിപ്പോകാനുള്ള ഇതുണ്ടല്ലോ, റൈറ്റ്സ് ഉണ്ടല്ലോ. നമ്മൾ പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ മിസ്റ്റേക്ക്. ഇപ്പം എനിക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ റോങ് ആയിട്ടുള്ള മെസ്സേജുകളും ഞാൻ ആ സമയത്ത് തന്നെ ബ്ലോക്ക് ചെയ്യും, വിതിൻ സെക്കൻഡ് ബ്ലോക്ക് ചെയ്യും. സോ വളരെ നല്ല മെസ്സേജുകൾ പോലും എനിക്ക് അയച്ചിട്ട് ചില സമയത്ത് റോങ് ആയിട്ടുള്ള മെസ്സേജ് വന്നാൽ പോലും ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എത്ര അനുഭവങ്ങൾ. നമ്മളതൊന്നും കൊട്ടി ആഘോഷിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതൊക്കെ വലിയ ക്രെഡിറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല. ദൈവം കൽപ്പിച്ച് തന്നിരിക്കുന്ന ആ ഒരു ജീവനെ നശിപ്പിക്കാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അത് സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ. ആ ഒരു അവസ്ഥ കടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ വിഷമം എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹം ചിന്തിക്കണമായിരുന്നു.
പിന്നെ എന്താ പറയുക, ഇതിനിടയിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. പോളിറ്റിക്സിൽ നീ വരുമോ? പൊളിറ്റിക്സിൽ വരാനായിട്ട് ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, 2017-18 കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടി നോമിനേഷനിലൂടെ എനിക്ക് മത്സരിക്കാനുള്ള. അപ്പം ഞാനൊരു പാർട്ടിയുടെ ആളല്ല. ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബിക്കോസ് എൻ്റെ ജോലി എന്ന് പറയുന്നത് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല, പണം നോക്കേണ്ട കാര്യമില്ല. സോ ഞാൻ രവി പിള്ളയുടെ മകളുടെ വെഡ്ഡിങ്ങും ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ 1 രൂപ പോലും വാങ്ങിക്കാതെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫുണ്ട്, അത് ഞാൻ മനസ്സിലാക്കണ്ടേ. എനിക്ക് രാഷ്ട്രീയക്കാരിൽ ഇപ്പം ഇടതുപക്ഷത്തിൽ ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട്, BJPയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, കോൺഗ്രസ്സിലുണ്ട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചായ്വാകുമ്പോൾ ഞാൻ അറിയാണ്ട് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരുപറ്റ ആൾക്കാരെ ഞാൻ തയ്യാറാക്കി നിർത്തുക ഓപ്പോസിറ്റ്. എനിക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. എനിക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നിൻ്റെ ബാക്കിൽ ഇത്ര പേരുണ്ട്, നീ ഒരു പൊസിഷനിലേക്ക് വന്നാ അവർക്കൊക്കെ നമ്മൾ അതിനകത്തൊരു ആലോചനയൊക്കെ ഉണ്ടാണ്. ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പാർട്ടി രൂപീകരിച്ചാൽ മേ ബി അതൊരു വലിയ പാർട്ടിയായി മാറും. ദർ ഈസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP, അതർ പാർട്ടി. ട്രാൻസ് കമ്മ്യൂണിറ്റികളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടി വന്നാൽ ഒരുപക്ഷെ അതൊരു നോട്ടീസബിൾ ആയിരിക്കും. അതിന് ഇവിടെ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരവർ ഓരോരോ പാർട്ടികളിലേക്ക് കുടിയേറുകയാണ് ചെയ്യുന്നത്. അവിടെ ട്രാൻസ് പാർട്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗുഡ്. അപ്പോൾ ഈ പൊളിറ്റിക്സ് നിൽക്കുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് പുറകിലുണ്ടാകും. മനസ്സിലായില്ലേ? അത് ഉണ്ടാവുന്നില്ല. ട്രാൻസ്ജെൻഡർ പാർട്ടി വരണം. ഓക്കെ. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ പൊറാമൈ ഫൈറ്റ്സ് ഉണ്ടോ? ഓ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടോ? അവിടെ ഉണ്ട്, ചെന്നൈയിലുണ്ടോ? കുറേ ഉണ്ട്. ഇവിടെ എങ്ങനെയാ? അല്ല, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഫൈറ്റ് ഉണ്ടായാലും നേരിട്ട് കാണുമ്പോൾ ഒന്നാണ്. അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലുള്ളൂ സത്യത്തിൽ. അത് പലരും ചിരിക്കാൻ മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള പലരും എന്നെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, സങ്കടപ്പെടും, എന്നോട് ക്ഷമിക്കണം, അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പറ്റി പോയി എന്ന് പറയുന്ന പലരും ഉണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഞാൻ ഒരിക്കലും ഫൈറ്റ് ചെയ്യാൻ പോവില്ല. ഐ ഡോണ്ട് ലൈക്ക്. എനിക്കൊരിക്കലും ഫൈറ്റ് ചെയ്യേണ്ട, പക്ഷെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. മക്കളെ, അതാണ് സത്യം, ഇതാണ് സത്യം എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കും. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് അവർക്കാണല്ലോ വേണ്ടത്. അപ്പം നമ്മളെന്താ ചെയ്യുക? അതെന്നും ഉണ്ടാവും അമ്മ. അതിപ്പോൾ കമ്മ്യൂണിറ്റി എന്നല്ല, എല്ലായിടത്തും ഉണ്ട്. ഈ പണം എന്ന് പറയുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു പവർ തന്നെയാണ് പണം. അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം ഞാൻ ഹയാത്തിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്, ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി. സെയിം ടൈമിൽ ലുലു മാരിയറ്റ് ഹോട്ടലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. സം ടൈംസിൽ ഞാൻ അവിടെ പോയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാനോ ഡിന്നർ കഴിക്കാനോ അവിടെ ഞാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകളുണ്ടാകും, ചില പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാകും, ചില ഡയറക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ അവരെല്ലാവരും നമ്മളെ കാണുമ്പോൾ ഇവൾക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, ഇവൾ വന്ന് കഴിക്കുന്നു, ഇവൾക്ക് എന്തൊക്കെ പരിഗണനകളാണ് കൊടുക്കുന്നത്, ഇവൾ വരുമ്പോൾ തന്നെ ഇവളെ സ്വീകരിക്കുന്നു, അവിടെ കൊണ്ടുപോയിരുത്തുന്നു, നമുക്ക് കിട്ടാത്ത പ്രിവിലേജുകൾ എന്നുള്ള ഒരു കണ്ണ് അവരിൽ ഞാൻ കാണുന്നുണ്ട്. മണി എന്ന് പറയുന്നത് നമ്മൾ നേരായ വഴിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന പണത്തിന് ഒരു പവറുണ്ട്. ആ പവറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിലേക്ക് എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഈച്ച് ആൻഡ് എവരി വൺ പോകണം. സ്വയം പര്യാപ്തരാകുക എന്നുള്ളത്. ഹൂ ആം ഐ? നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളിലുള്ള കഴിവുകളെ ഡെവലപ്പ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്ത് വജ്രം പോലെ തിളക്കി കൊണ്ടുവരിക. നമ്മൾ ആരുടെ അടിമകളല്ല. എനിക്ക് നിൻ്റെ മുമ്പിൽ തല താഴ്ത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ
ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളിൽ റൈറ്റ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിൻ്റെ മുമ്പിൽ തലകുമ്പിടുന്നത്. അതർവൈസ് ആയിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഇല്ലേ? പ്യുവറായിട്ടുള്ളിടത്ത് വേണം നമ്മൾ തലകുമ്പിടാൻ. പ്യുവർ അല്ലാത്തടത്ത് നമ്മൾ തലകുമ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിമകളായി. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ കൊച്ചിയിൽ, നെടുമ്പാശ്ശേരിയിൽ. ഇപ്പൊ കൊച്ചി സെറ്റിൽ? കൊച്ചി സെറ്റിൽ. പക്ഷെ വീട് അവിടെ വീടുണ്ട്, കൊല്ലത്ത് വീടുണ്ട്. ഞാൻ കണ്ടു. അമ്മയുണ്ട്. പെരിയ വീട്, പെരിയ കിച്ചണ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റി കല്യാണം ചെയ്യുന്നത് റൈറ്റ് ഓർ റോങ്? ഈവൻ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല, സിസ് ജെൻഡറിൽ പെട്ടവർ പോലും കല്യാണം കഴിക്കുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം 100 പവൻ 200 പവൻ 500 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്ന പെൺകുട്ടികളുള്ള നാടാണിത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കോ? ഇത്തരം സ്വർണ്ണങ്ങൾ കൊടുത്ത് കല്യാണം കഴിക്കുന്ന പാരൻസ് ഈ കുട്ടികളുടെ ടാലൻറ്റും കൂടി ചേർത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. യുനോ, ഈ കുട്ടി ഒരു നല്ല ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കാം, നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയായിരിക്കാം, എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ഇതും കൂടി ബോക്സിലാക്കിയിട്ടാണ് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ 500 പവൻ 2 കോടി 1 കോടി ചിലവാക്കി കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞൊരു 6 മന്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ സ്വർണ്ണമെല്ലാം എവിടെ പോയി? ഈ പണമെല്ലാം എവിടെ പോയി? അവൾക്ക് അടിയും പിടിയും ചവിട്ടും കുത്തും തന്നെയാണ്. അവൾക്ക് യാതൊരുവിധ ഫ്രീഡവും ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും എൻ്റെ സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും. ഇല്ലേ? എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് സംസാരിക്കുന്ന ഒരുപറ്റ സ്ത്രീകളാണ്. അവർ അടുക്കളയിൽ നിന്ന് പുക കൊള്ളുകയാണ്. സോ വി ഹാവ് ഫ്രീഡം. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവനിപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് തെറ്റാണെന്നോ അതൊക്കെ ഒരു പാരൻസിൻ്റെ ഡ്രീമായിട്ട് കണക്കാക്കിയാൽ മതി. അറ്റ് ദ സെയിം ടൈമിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് സിസ് ജെൻഡറിൽ പെട്ട ബോയ്സ് വന്ന് കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സീമേനെ കല്യാണം കഴിച്ചു. 2020 എൻ്റെ മകൾ ഹരിണി ചന്ദനനെ സിസ് ജെൻഡറിൽ പെട്ട ഒരാളാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരുപാട് പേരെ സിസ് ജെൻഡറിൽ പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചു. സിസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, ഇപ്പം ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളാണ്. ഇപ്പം ഷക്കീലമ്മേനെ പറ്റി പറയുവാണെങ്കിൽ ബയോളജിക്കലി ഫീമെയിലായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പം ബയോളജിക്കലി അങ്ങനെ മെയിലായിട്ട് ഫീമെയിലായിട്ട് ജനിച്ച ആൾക്കാർ വന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പം സീമയുടെ കല്യാണം തന്നെ വളരെ ഗ്രാൻഡായിട്ടാണ് നടത്തിയത്. അതുപോലെ ഒരുപാട് വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നവരാണ്. യാതൊരു പ്രോബ്ലം ഉണ്ടാവരുത്, നീ അവരുടെ ഇതാണ്, നീ ഇവരുടെ ഇതാണ്, അങ്ങോട്ട് നമസ്കരിക്കണം, ഇങ്ങോട്ട് നമസ്കരിക്കണം, അങ്ങനെ കൊണ്ടുപോകുന്നവർ ഇതിനേക്കാളുപരി ഒരു പാർട്ണർഷിപ്പ് ഡീഡാണ് അവിടെ വേണ്ടുന്നത്. ഏത് സമയം നമ്മുടെ പാർട്ണർഷിപ്പ് നമ്മുടെ ഡീഡ് ക്യാൻസൽ ചെയ്യാം. വി ഹാവ് റൈറ്റ്സ്. ഞാൻ നിനക്ക് കമ്മിറ്റഡ് അല്ല, നീ എനിക്ക് കമ്മിറ്റഡ് അല്ല. നമുക്കിടയിൽ കുറേ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ നീ കേൾക്കുന്നു, നീ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുന്നു. അതിൽ വ്യത്യസ്തതകളുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം തീർക്കുന്നു. ഇനഫ്, അവിടെ തീർന്നു. അതർവൈസ് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, അയ്യോ എനിക്കതിന് ഭർത്താവിന് ഇത് കൊടുക്കണം, നീ ഭാര്യയാണ്, നീ അവിടെ നിൽക്കുക, നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അത് വേണ്ട. വി ആർ പാർട്ട്നേഴ്സ്. അതായിരിക്കും നല്ലത്. നാളെ എനിക്ക് അങ്ങനെ വന്നാലും ഐ ആം സോ ഹാപ്പി. വരും തീർച്ചയായിട്ടും ഒന്ന് വരും, ഒരു ഡീഡ് വരും നിനക്ക്. ഇപ്പോൾ ഈ സൊസൈറ്റി ഇന്നും കൂടി ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മേ ബി ഒരു 20-30% ആക്സെപ്റ്റ് ചെയ്തു. അതർ ദാൻ ദാറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അമ്മയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പം അതൊരു എന്താ പറയുക, അമ്മ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? 35 ഇയേഴ്സ് ആയിട്ടില്ലേ? ഈ 35 ഇയേഴ്സിൽ ഷക്കീല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല കാണുന്നത്, സൊസൈറ്റി കാണുന്നത് ഷക്കീല എന്ന് പറയുന്നൊരു വ്യക്തിയെ അല്ല, ഷക്കീല എന്ന് പറയുന്നൊരു രൂപത്തെയാണ് അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ്? എൻ്റെ ഈ ബോഡിയെ മാത്രം കാണുക, അല്ലെങ്കിൽ അതിനെ മാത്രം ആരാധിക്കുക, അതിനെ മാത്രം ഇഷ്ടപ്പെടുക, എന്നിലുള്ള സ്ത്രീയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ എന്നിലുള്ള സ്ത്രീയെ കാണാനോ കഴിയാത്ത ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടല്ലോ എന്ന് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഫോർ വൈ? ഈ ബോഡി ഇസ് വെരി പ്രഷ്യസ് അല്ലേ? ആൻഡ് ഇത് കാണുന്ന എല്ലാവർക്കും നല്ല കണ്ണുണ്ട്. അവർ എന്നെ കണ്ട് രസിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ വിത്ത് മീ.
ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ദ ബോഡി, ദ സോൾ സോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ല, അവർക്ക് കണ്ണില്ല. കണ്ണില്ല. സോ ഞാൻ എന്തിനാ ഇവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം? വൈ ഷുഡ് ഐ കംപ്ലൈൻ? സി പ്ലീസ്, എൻ്റെ ബോഡീനെ നോക്കരുത്, എൻ്റെ മനസ്സിനെ നോക്ക്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഏജ് ബാർ ഇല്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന എന്താ പറയുക 16 to 60 വരെ ഉള്ളവർക്ക് പോലും ഷക്കീല ഈസ് നോട്ട് എ പേഴ്സൺ, ഷക്കീല ഇസ് നോട്ട് ഓൺലി ഫോർ ആറ്റം ബോംബ്, യുനോ. അത്തരം ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലോകം നമുക്കുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഒട്ടും പറ്റാത്ത ഒരു കണ്ടീഷനിൽ എടുത്തെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുമല്ലോ. ഈവൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? കുറേ ഉണ്ട് അങ്ങനെ. ഉണ്ട്. ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ പൈസയിലാ ഇവരൊക്കെ പഠിച്ചത്, കല്യാണം കെട്ടിയത് എല്ലാം. പക്ഷേ ആ കല്യാണത്തിൽ പോലും എന്നെ വിളിച്ചില്ല. ആൻഡ് എന്താ കാര്യമായിരിക്കും, റീസൺ ആയിരിക്കും എനിക്ക് കല്യാണമാകാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചോ? ലവ് ഒക്കെ ഓക്കെ അവർക്ക്, പക്ഷെ കല്യാണം വരുമ്പോൾ ഷക്കീല. അപ്പോൾ ലവ് ചെയ്തത് ആരാ? ഷക്കീലവല്ലേ. സോ ഇങ്ങനെ എല്ലാം ലൈഫിൽ പ്രോബ്ലമാണ്. സോ now I feel like no, I'm blessed with this body. Yes. And എപ്പോഴെങ്കിലും ഷക്കീല അമ്മയ്ക്ക് ഒരാളിൻ്റെ മുഖത്ത് ഒറ്റ അടി കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യുമോ? എപ്പോഴെങ്കിലും എനിക്ക് അറിയണമില്ല. ഒരു മിഷൻ ഗൺ കൊടുത്താൽ അത്ര ആളുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഒരു സ്ത്രീ അല്ല, മാക്സിമം പുറത്ത് ആളല്ല, അല്ല ഫാമിലി മെമ്പേഴ്സ് പുറത്തല്ല. സി പുറത്ത് എന്നെ കാണുന്നവർ എങ്ങനെ വേണാൽ കാണട്ടെ, അവർക്ക് അവരുടെ മൈൻഡ്, അവരും ഹാർട്ട്, അവരുടെ കണ്ണ്. ഞാനിപ്പം അമ്മേനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുന്നപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം തോന്നിയിട്ടുണ്ട്. ഓ മൈ വാട്ട് എ ഹാർട്ട്! അത്രയും പ്യുവർ ഹാർട്ടുള്ള ഒരാൾക്ക് മാത്രമേ കമ്മ്യൂണിറ്റിയിൽ കുറേ കുട്ടികളെ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ കഴിയുള്ളൂ, ഇല്ലേ? പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരു പെണ്ണ് കരുത്താർജിച്ച് വരുന്നത് എപ്പോഴും അവൾ അത്രത്തോളം ചവിട്ട് കൊണ്ട് മെതിച്ച് അവസാന നിമിഷമായിരിക്കും അവൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല എന്നുള്ള, എനിക്ക് അങ്ങനെ ഒരു ഷക്കീലയെ കാണാൻ കഴിയുന്നു. ഷക്കീല അമ്മയല്ല, അങ്ങനൊരു ഷക്കീലയെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് അമ്മയുടെ ആ മുഖത്തെ ആ ഒരു ഗാംഭീര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കണം. എനിക്ക് അവിടെ പോയിട്ടൊന്ന് നിവർന്ന് നിൽക്കണം. എനിക്കൊരു 4 വർത്തമാനം എനിക്ക് അവിടെ നിന്ന് തല ഉയർത്തി നിന്ന് പറയണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ അതെവിടെയായിരിക്കും? ഫാമിലി ഓവർ ഫിലിം ഇൻഡസ്ട്രി? ഫാമിലി. ബിക്കോസ് ഫിലിം ഇൻഡസ്ട്രി അല്ല കുട്ടി, ഫിലിം ഇൻഡസ്ട്രി എനിക്ക് കൊടുത്തത് ഫെയിം, മണി. അതും കേരള തന്നെ എനിക്ക് കൊടുത്തത്. സോ ഹൗ കൻ ഐ ബ്ലെയിം കേരള ഓർ കേരള മെൻ ഹൂ യാരൊക്കെ വന്ന് എൻ്റെ ഫിലിം കണ്ടവർ, അവർ ഞാൻ എന്തിന് തെറ്റ് പറയണം? അവരല്ലേ എന്നെ ഇവിടേക്ക് നിർത്തിയത്. My family didn't understand that. So എപ്പോഴും എനിക്ക് ദേഷ്യം ഫാമിലിയാണ്. I love men. I love all the men who have seen my movies and given me this situation. ഇവിടെ നിമിർന്ന് നിൽക്കണം. ഞാൻ എപ്പോഴും താഴ്ന്നു പോയേ ഇല്ല. I have this problem, because എനിക്ക് regression ഇല്ല. I don't regret anything. ഞാൻ എൻ്റെ ബോഡിയാണ് കാണിച്ചത് മാൻ. Why should I regret? എനിക്കറിയാമല്ലോ, എനിക്ക് അറിയാത്ത നിങ്ങൾ എവിടെയോ ക്യാമറ വെച്ച് എടുത്തിട്ടില്ലല്ലോ, ഞാനല്ലേ പോസ്റ്റ് ചെയ്തത്. സോ ഐ ഡോണ്ട് ഹാവ് റിഗ്രഷൻ. സോ ഞാൻ എപ്പോഴും അങ്ങനെ ഗെത്ത്. സോ ഹാപ്പി, സോ പ്രൗഡ് ഓഫ് യു അമ്മ, സീരിയസ്ലി. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് യു ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് ചിൽഡ്രൻ ആൻഡ് നൗ യു ഹവ് ബിക്കം വൺ ഓഫ് ദം. തമിഴ്നാട്ടിൽ വന്ന് എൻ്റെ പേരിൽ റീത്തേറണം. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് നമ്മളിപ്പം ഈ സ്നേഹം, പരിഗണന, ഉൾക്കൊള്ളൽ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അത്തരം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഷക്കീല അമ്മയ്ക്ക്
ഞങ്ങളെ പറയാതെ പഠിക്കാതെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ മിസ്യൂസ് ചെയ്യപ്പെട്ട ഇടങ്ങൾ എവിടെയാണെന്ന് ചോദിക്കാതെ തന്നെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ തകർക്കാൻ കഴിയുള്ളൂ, അല്ലേ? അതാണ് അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മേനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, അമ്മയുടെ വീക്ക്നെസ് എന്തൊക്കെയാണെന്നും വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണെന്നും അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർ ഫാമിലിയിലാണുള്ളത്. അവിടെയാണ് അമ്മയും തകർത്ത്. അപ്പം എനിക്കും തകർച്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നെയും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സോ വി ആർ സെയിം. യെസ്, ഞാൻ എപ്പോഴും പറയും, കമ്മ്യൂണിറ്റി ആൾക്കാർ പ്ലീസ് ഡോണ്ട് ടെൽ മീ ദാറ്റ് ഐ എം എ ബയോളജിക്കലി ബോൺ വുമൻ. ഐ എം ഓൾസോ ഫ്രം ദ കമ്മ്യൂണിറ്റി. എനിക്കൊരു അമ്മയുണ്ട്, കമ്മ്യൂണിറ്റി അമ്മ ഉണ്ട്, എനിക്ക് കുറേ കുട്ടികളുണ്ട്. എൻ്റെ സ്വന്തം ചേട്ടൻ്റെ മോള് ഞാൻ വളർത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ വെച്ച് വളർത്തുന്നില്ല. കാരണം നാളെ ഇവരെന്ത് പറയും, ഷക്കീലാന്റെ വീട്ടിൽ വളർന്ന കുട്ടിയാ, ഇവള് കറക്റ്റായിട്ട് ഇരിക്കുമോ. അപ്പോൾ അവളുടെ ലൈഫ് എന്തിനു പൊട്ടിക്കണമെന്ന് ഞാൻ അവളെ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ലൈഫ്. ഇപ്പം സൊസൈറ്റി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ ഡസൻ മാറ്റർ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അതിനെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സൊസൈറ്റി സ്വീകരിക്കുക. സോ നമ്മൾ ഒരിക്കലും ഇപ്പോൾ സെക്സ് വർക്ക് ചെയ്യുന്ന ട്രാൻസ് കമ്മ്യൂണിറ്റികളെന്ന് പറയുന്നു, ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസുകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റികളൊന്നും തന്നെ ഈ സെക്സ് ചെയ്യാൻ വരുന്ന പുരുഷന്മാരുടെ വീടിൻ്റെ പടിക്കലല്ല പോകുന്നത്. ഒരിടത്ത് നിൽക്കുകയാണ്. ആവശ്യക്കാർ അങ്ങോട്ടാണ് ചെല്ലുന്നത്, ഇല്ലേ? ഇവരൊരിക്കലും പറയുന്നില്ല വീട്ടിൻ്റെ വടക്കോശത്ത് എന്നിട്ട് 500 തന്നാൽ മതി എന്ന് പറയുന്നില്ല. ഇവരെവിടെയെങ്കിലും നിന്നോട്ടെ, ഇവരെ കാണാണ്ട് പോയിക്കൂടെ? ഇവർക്ക് കാണാണ്ട് പോയിക്കൂടെ? അപ്പോ സെക്സ് വർക്ക് ചെയ്യുന്ന നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവിടെ സെക്സ് വെക്കാൻ വരുന്ന ആണുകളെ എന്താ ചെയ്യണം? അവർക്കൊരു പേരിടണല്ലേ? അതെ, എന്തെങ്കിലും പേരിടണം. പ്ലേ ബോയ്സ്, യുനോ അമ്മ, ഇപ്പോൾ പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഇല്ലേ, ജിഗാലോസ്. അവര് ബോയ്സ് ഉണ്ട്, കൊച്ചിയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ടെന്ന് എനിക്കറിയാം. കൊച്ചിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ വാങ്ങിച്ച് പല 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 ഹോട്ടലുകളിലും വീടുകളിലും ടൂർ പോകാനായിട്ടും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഫോട്ടോസ് അയച്ചു കൊടുത്ത് ചൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ബോയ്സ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഇല്ലേ? സ്വന്തം കൂട്ടുകാരിയുടെ അമ്മയെ സെക്ഷലി യൂസ് ചെയ്യുന്ന ബോയ്സ് ഉണ്ട് ഇവിടെ. സ്വന്തം കൂട്ടുകാരൻ്റെ ആൻറ്റീനെ സെക്ഷലി യൂസ് ചെയ്യുന്ന ഉണ്ട്, ഇല്ലേ? പണം വാങ്ങിച്ച് സെക്സ് ചെയ്യാൻ പോകുന്ന ബോയ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ സെക്സ് വർക്കേഴ്സ്, ട്രാൻസ് കമ്മ്യൂണിറ്റികൾ, ഇവരാരും തെക്കുവശത്ത് വടക്കുവശത്ത് പോകുന്നില്ല. അതെ, ഇത് വിമൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമല്ലേ. സോ അവരിനെ കുറിച്ച് കൂടെ ഇത്രയ്ക്ക് ഒരു പെരിയ പ്രോബ്ലം അറിയുന്നു പോലുമില്ല. പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് സെക്സ് വർക്ക് ചെയ്താൽ അത് തെറ്റും. അപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഫാൻസ് ആയിക്കോട്ടെ, ഇല്ല നമ്മുടെ ചാനൽ ഈ ഷോ കാണുന്ന എല്ലാവർക്കും ഒരു വിഷയം പറയാനുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ എത്ര പേരുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ്, അവരിനെ വിളിച്ച് വർക്ക് കൊടുത്ത് നോക്ക്. അവരെങ്ങനെ വർക്ക് ചെയ്യും, എത്ര പേർ ബെസ്റ്റ് കുക്ക് ഉണ്ട്, ബെസ്റ്റ് ടൈലറിങ്സ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ വർക്ക് കൊടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞങ്ങൾ വന്ന് വീട് റെൻറ്റിന് എടുത്താൽ എങ്ങൾക്ക് 10,000, അവർ കേട്ടാൽ 25,000. പ്ലീസ് കുറച്ചും ഗോഡ് ഹാസ് മേഡ് us ഹ്യൂമൻ ബീങ്സ്. കുറച്ച് ഹ്യൂമാനിറ്റി കാട്ടുക. ഓക്കെ, സോ അതാ എനിക്കും സൊസൈറ്റിയോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഏതോ ഒരു സമയത്ത് സ്നേഹം നിഷേധിക്കപ്പെട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങുന്നവരാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഭൂരിപക്ഷം ആൾക്കാരും. ഇവർക്ക് കിട്ടാത്ത സ്നേഹം എവിടെ നിന്ന് കിട്ടുമ്പോൾ ഇവർ സ്വയം മറന്നു പോവുകയാണ്. ലവിൻ്റെ പേരിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ലവിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരുപറ്റം കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. ഇവൻ സെക്സ് ജെൻഡറിൽ പെട്ടവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഭൂരിപക്ഷം ആൾക്കാരും ട്രാൻസിനെ കമ്മ്യൂണിറ്റിയെ മിസ്യൂസ് ചെയ്യുകയാണ്. ദയവ് ചെയ്ത് അവരെ വെറുതെ വിടുക. അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അവരെ തോണ്ടാൻ ചെല്ലുമ്പോഴാണ് അവർ മാന്തുന്നത്, അല്ലേ? ട്രൂ. തോണ്ടാതിരിക്കുക, അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. It was a nice conversation and very I'm happy to see you. നിന്നെ കണ്ട് നിൻ്റെ അടുത്ത് ഈ ഡിസ്കഷൻ ചെയ്യാൻ എനിക്ക് വളരെ ഹാപ്പി ആയിനാണ്. സോ താങ്ക് യു വ്യൂവേഴ്സ്. See you again on another show. Bye. Yes, Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ഇൻ സെയിൽ ആരംഭിച്ചിരിക്കുന്നു.
Say yes to EMIs, exchanges, and more only at Oxygen, the digital expert. Oxygen, the digital expert.